നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വളരെ നിർണായകമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തുടനീളം വിവിധങ്ങളായ സമരപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ചെറുപ്പക്കാരുടെ ഭാവിയെ ബാധിക്കുന്ന രീതിയിൽ രാജ്യത്തെ മത്സര പരീക്ഷകൾ മുഴുവൻ കറപ്റ്റായി എന്ന് ജനങ്ങൾക്ക് സംശയം തോന്നുന്ന രീതിയിൽ പേപ്പർ ലീക്കുകൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്ത്. CBSE എക്സാമിൻ്റെതുൾപ്പെടെ ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ പരീക്ഷകളുടെ വിശ്വാസ്യതയെ തകർക്കുന്ന രീതിയിൽ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തെ സാധാരണക്കാരായ ചെറുപ്പക്കാർ പ്രതിഷേധവുമായി രംഗത്ത് വന്ന് ഇന്ത്യയുടെ തെരുവോരങ്ങളെ കീഴടക്കിയപ്പോൾ ഈ സർക്കാർ മുട്ടുമടക്കലിൻ്റെ പക്കത്തിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിലനിൽക്കുന്നത്. മുൻകാലങ്ങളിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംഘപരിവാർ നേതൃത്വം നൽകുന്ന, നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന BJPയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് വേണ്ടി വിവിധങ്ങളായ ജനവിഭാഗങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് സമരങ്ങൾക്കായി തെരുവുകളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ ഘട്ടങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്തവണ ഇറങ്ങിയിരിക്കുന്ന ഈ നാട്ടിലെ ചെറുപ്പക്കാരായതുകൊണ്ട് തന്നെ കക്ഷിരാഷ്ട്രീയത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണയില്ലാതെ, ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയമായ ചിന്തകളില്ലാതെ തങ്ങളുടെ ഭാവി എന്ന ഒറ്റ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ചെറുപ്പക്കാർ രംഗത്തിറങ്ങിയത് കൊണ്ട് തന്നെ മുൻകാലങ്ങളിലുണ്ടായ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സർക്കാരിന് ആ സമരങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുകയല്ലാതെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം എല്ലാ അർത്ഥത്തിലും ഈ രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിഭജിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികളും നിയമനിർമ്മാണങ്ങളുമാണ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയത്. CAA എന്ന് പറയുന്ന സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് നടപ്പിലാക്കി. അതായത് ഇന്ത്യ രാജ്യത്തിന്റെ പൗരത്വത്തിന്റെ, ഇന്ത്യ എന്ന മതേതര ജനാധിപത്യ രാജ്യത്തിന്റെ പൗരത്വത്തെ നിർണ്ണയിക്കുന്ന നിയമത്തിൽ മതത്തെ ഒരു ഘടകമായി ആദ്യമായി കൊണ്ടുവരുന്ന നീചമായ പ്രവൃത്തിക്ക് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നേതൃത്വം നൽകിയപ്പോൾ ഈ രാജ്യത്തുടനീളം നീതിബോധമുള്ള മനുഷ്യന്മാർ മുഴുവൻ തെരുവുകളിലേക്ക് ഇറങ്ങി. ആ നീതിബോധമുള്ള മനുഷ്യന്മാർ മുഴുവൻ തെരുവിലേക്ക് ഇറങ്ങി. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് തന്നെ മുസ്ലിം സംഘടനകളും ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആളുകളും കൂട്ടത്തോടെ തെരുവിലേക്ക് ഇറങ്ങി സമരത്തിന് നേതൃത്വം നൽകിയപ്പോൾ ഈ നാട്ടിലെ നീതിബോധമുള്ള മുഴുവൻ മനുഷ്യരും കക്ഷി രാഷ്ട്രീയത്തിന്റെ വ്യത്യാസമില്ലാതെ, ജാതി മതങ്ങളുടെ വ്യത്യാസമില്ലാതെ നീതിബോധമുള്ള മുഴുവൻ മനുഷ്യരും ആ സമരങ്ങൾക്ക് പിന്തുണമായി വന്നപ്പോൾ ആ സമരത്തെ പോലും ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സഹായം സ്വീകരിച്ച് നടത്തുന്ന തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന് ചിത്രീകരിച്ച് അതിനെ ഒരു വിധത്തിൽ വിജയിപ്പിച്ചെടുക്കുന്നതിന് പോലും ഈ സർക്കാരിന് സാധിച്ചുവെങ്കിൽ, അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഒട്ടനവധി സാഹചര്യങ്ങളിലാണ് ഈ രാജ്യത്ത് ദളിത് വിഭാഗങ്ങൾക്കെതിരെ നിരന്തരമായിട്ടുള്ള പീഡനങ്ങളും അവർക്കെതിരായിട്ടുള്ള നിരന്തരമായിട്ടുള്ള അക്രമോത്സുകമായിട്ടുള്ള സംഭവങ്ങളും BJPയുടെയും RSSന്റെയും ഭാഗത്തു നിന്നുണ്ടായത്. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ രാജ്യത്ത് നീതിബോധമുള്ള മനുഷ്യന്മാർ മുഴുവൻ, ഈ ന്യായത്തിന് വേണ്ടി നിലനിൽക്കുന്ന അന്യായത്തിനെതിരെ ശബ്ദിക്കാൻ മനസ്സുള്ള മുഴുവൻ മനുഷ്യന്മാരും സമരരംഗത്തേക്ക് ഇറങ്ങുകയുണ്ടായി. രോഹിത് വിമല എന്ന് പറയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി യൂണിവേഴ്സിറ്റിയിലേക്ക് കയറി ചെന്നപ്പോൾ അവിടുന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ട് ഇടപെടലിലൂടെ അദ്ദേഹത്തിന്റെ ജാതീയമായിട്ടുള്ള പീഡനത്തിനിടയായപ്പോൾ അവസാനം അദ്ദേഹത്തിന് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ വിദ്യാർത്ഥികൾ മുഴുവൻ രംഗത്തിറങ്ങിയപ്പോഴും ഈ ദളിതുകളെ ഉന്മൂലനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അവർക്ക് സാധിച്ചു. എന്നാൽ ഇത്തവണ ഈ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല. ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ നേതൃത്വത്തിലുള്ള സമരം നടക്കുന്നത് ഇത് ദളിതരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് ദളിതർ മാത്രമല്ല രംഗത്തുള്ളത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ജാതി മത വിഭാഗങ്ങളെ, സമൂഹങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ലാത്തത് കൊണ്ട് ഈ രാജ്യത്തെ സമസ്ത വിഭാഗം ജനങ്ങളുടെയും ഭാവിയെ ബാധിക്കുന്ന, അവരുടെയൊക്കെ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും യാതൊരു തരത്തിലുള്ള ബോർഡേഴ്സും ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള പരിധിയുമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വിദ്യാർത്ഥികൾ രംഗത്തേക്ക് വന്നൊരു സമരപരിപാടി ആയതുകൊണ്ട് തന്നെ അതിനെ ആ ഒരു ഗൗരവത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടെ സമരത്തിന്റെ രംഗത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ സമരത്തിനെ മറ്റൊരു നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചതിന്റെ ഭാഗമായിട്ടാണ് അവസരം ചർച്ചകൾക്ക് പോലും ഈ സർക്കാർ തയ്യാറാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ വക്കീൽ സൂചിപ്പിച്ചതുപോലെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു സംഘടന രൂപപ്പെടുന്നതിന്റെ, ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നതിന്റെ സാഹചര്യം വിവരിച്ചു. ആ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങളുമായി വിദ്യാർത്ഥികൾ രംഗത്ത് വന്നപ്പോൾ അതിനെ തൃണവത്കരിക്കാൻ, അവരുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാവാതെ മുന്നോട്ട് പോയിരുന്ന സമയത്താണ് സോനം വാങ്ചുക് എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള, രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുള്ള ഏറെ പ്രിയങ്കരനായ സോനം വാങ്ചുക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഒരു സമര പരിപാടിയുമായി രംഗത്ത് വരുന്നത്. സോനം വാങ്ചുക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നിങ്ങളൊക്കെ
ത്രീ ഇഡിയറ്റ്സ് എന്ന് പറയുന്ന അമീർ ഖാന്റെ സിനിമ കണ്ടിട്ടുള്ള ആളുകളാണ്. ചേതൻ ഭഗത് എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച എഴുത്തുകാരിൽ ഒരാളായിട്ടുള്ള നോവലിസ്റ്റ് ചേതൻ ഭഗത്തിന്റെ ബുക്കിനെ ആസ്പദമാക്കിക്കൊണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഒരു അമീർ ഖാൻ നായകനായി അഭിനയിച്ച ത്രീ ഇഡിയറ്റ്സ് എന്ന് പറയുന്ന സിനിമ, ആ സിനിമക്കകത്ത് ഫുൻസുക് വാങ്കുഡു എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് പിന്നോക്ക പ്രദേശങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി സവിശേഷമായ രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുകയും വിവിധങ്ങളായ കണ്ടുപിടുത്തങ്ങൾ, സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള വിവിധങ്ങളായ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ട് ആ കണ്ടുപിടുത്തങ്ങളുടെ പേരിലൊക്കെ പാറ്റന്റ് നേടിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ അഭിമാനമായിക്കൊണ്ട് ഈ രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതത്തെ സുഗമമാക്കുന്നതിനാവശ്യമായിട്ടുള്ള, ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഫലപ്രദമാക്കുന്നതിനാവശ്യമായിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഫുൻസുക് വാങ്കുഡു എന്ന് പറയുന്ന ആ കഥാപാത്രം ഈ പറയുന്ന സോനം വാങ്ചുക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ, ഈ സാമൂഹ്യ പരിഷ്കർത്താവിന്റെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടുണ്ടാക്കിയ കഥാപാത്രമായിരുന്നു. ആ പറയുന്ന ഇവിടെ ആ ഹിന്ദി ത്രീ ഇഡിയറ്റ്സ് എന്ന് പറയുന്ന ഹിന്ദി സിനിമ കാണാത്ത ആളുകൾ ഉണ്ടായിരിക്കും, ഒരുപക്ഷെ തമിഴ് സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. നൻപൻ എന്ന് പറയുന്ന ഇന്നത്തെ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പ്രിയങ്കരനായ ജോസഫ് വിജയ് നായകനായിട്ട് അഭിനയിച്ച നൻപൻ എന്ന് പറയുന്ന സിനിമയിൽ മന്നവൻ പാരിവേന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് വിജയ് ആ സിനിമയിൽ അവതരിപ്പിച്ചത്. ഇതേ ഫുൻസുക് വാങ്കുഡുവിന്റെ കഥാപാത്രത്തെയാണ് തമിഴ് പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ സിനിമ കണ്ടിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പൊ ഈ സിനിമയിലൊക്കെ നമ്മൾ കണ്ട ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, ഈ രാജ്യത്തെ ജനങ്ങളെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന, യുവതലമുറയെ പ്രചോദിപ്പിച്ച് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി മുന്നോട്ടുള്ള പ്രയാണത്തിന് ത്വരിതവേഗം പകരാൻ കഴിയുന്ന ഒരു മഹാനായ ശാസ്ത്രജ്ഞൻ തന്റെ സമരപരിപാടിയുമായി തെരുവേദിയിലേക്ക് ഇറങ്ങി വേണ്ടിയ സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെപ്പോലും തൃണവധിക്കാൻ ശ്രമിച്ച അവസാനം നിവൃത്തിയില്ലാതെ വന്ന് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ആളുകളുടെ അധികാരത്തിന്റെ കസേരകൾ നഷ്ടപ്പെടുമെന്ന വിട്ടുപോകുമെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോഴാണ് അവർ അദ്ദേഹത്തിനെ ആ സമരപ്പന്തലിൽ നിന്ന് തുണി കൊണ്ട് മൂടിക്കെട്ടിക്കൊണ്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് അദ്ദേഹത്തെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ടും ഈ വിദ്യാർത്ഥികൾ പിന്നോട്ട് മാറുന്ന സാഹചര്യം ഉണ്ടായില്ല. അദ്ദേഹത്തെ സമരം അവസാനിപ്പിക്കുന്ന പ്രത്യേക സാഹചര്യമുണ്ട്, അദ്ദേഹത്തിനെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി മാധ്യമപ്രവർത്തകരെ കണ്ടുകൊണ്ട് ആവശ്യപ്പെട്ടത് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി, അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ മർദ്ദിച്ച മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരായ നടപടി, ഈ വിദ്യാർത്ഥികൾക്കെതിരെ അനധികൃതമായിട്ട് കേസുകൾ പിൻവലിക്കുക, പ്രധാനമന്ത്രി ഈ ഉണ്ടായ കാര്യങ്ങളുടെ പേരിൽ മാപ്പ് പറയുക തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഒരെണ്ണം പോലും അംഗീകരിക്കാതെ പുറകോട്ട് പോകുന്ന സാഹചര്യമില്ല എന്ന് വിദ്യാർത്ഥികളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുകയുണ്ടായി. ആ രീതിയിൽ ശക്തമായി സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിന് ഫലപ്രദമായിട്ടുള്ള പരിസമാപ്തി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്കിവിടെ പറയാൻ കഴിയുന്നത് പോലെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നമുക്കറിയാം, ഈ രാജ്യത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യം ഭരിച്ച സമയത്ത് ആ സൂര്യനെ ശപിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ വെറും കൈകൾ കൊണ്ടുപോയിട്ട് സമരം ചെയ്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശ്രീ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലേക്ക് ഉണ്ടായിട്ടുള്ള ഐതിഹാസികമായ സമര പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പൗരന്മാരുടെ, അവിടുത്തെ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വെക്കാൻ, ജനങ്ങളുടെ സമക്ഷം വെക്കാൻ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെടാനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള, ഏറ്റവും വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗമാണ് സമരങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സമരങ്ങളുമായി വരുന്നവരുടെ പുച്ഛമാണ്. സമരങ്ങളുമായി വരുന്ന ആളുകളെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാനാണ് അവർക്ക് താല്പര്യം. സമരങ്ങളുമായി വരുന്നവരെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അക്രമികളായിട്ട് ചിത്രീകരിക്കാനാണ് അവർക്ക് താല്പര്യം. കാരണം സമരങ്ങൾ ചെയ്ത ചരിത്രം അവർക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യസ്നേഹികളായിട്ടുള്ള, സ്വാഭിമാനികളായിട്ടുള്ള ജനങ്ങൾ സമരരംഗത്തുണ്ടായിരുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്യുകയായിരുന്നു അവർ. അങ്ങനെ പാദസേവ ചെയ്ത അവസാനം ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് രക്ഷപ്പെട്ടു വരുന്ന ആളുകളായിട്ട് അവർ മാറിയ സമയത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ സുധീരം ബ്രിട്ടീഷുകാരുടെ തോക്കിന് മുമ്പിലേക്ക് വിരിമാറ് കാണിച്ചുകൊണ്ട് കടന്നു ചെന്നുകൊണ്ട് സമര പോരാട്ട വീര്യം കാണിച്ചുകൊണ്ട് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അപ്പൊ സമരം ചെയ്ത ചരിത്രമില്ലാത്ത BJP-ക്കാർ
കഴിഞ്ഞ ദിവസം ചങ്ങരംകുളത്ത് BJP-ക്കാരുടെ പ്രകടനം കാണുകയുണ്ടായി. സമരത്തെ അടിച്ചൊതുക്കിയ നരേന്ദ്രമോദിക്ക് അഭിവാദ്യങ്ങൾ എന്നാണ് അവർ പറയുന്നത്. സമരം എന്താണെന്ന് ഇവർക്ക് അറിയണ്ടേ? സമരത്തെ അടിച്ചൊതുക്കുക എന്നത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ എന്ന് മനസ്സിലാവണമെങ്കിൽ സമരം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അടിസ്ഥാന ജനാധിപത്യ ബോധ്യമെങ്കിലും ഇവർക്ക് വേണ്ടേ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ഈ സമരം ചെയ്യുന്ന ആളുകളെ ഇത്തരത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള ജനാധിപത്യ ബോധവും കാണിക്കാത്ത സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ജനാധിപത്യപരമായ രീതിയിൽ സമരം ചെയ്ത അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചെറുപ്പക്കാർ, സോനം വാങ്ചുക് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രിയപ്പെട്ട ജനപ്രതിനിധികളും ഒക്കെ തന്നെ സമരരംഗത്ത് ഇറങ്ങി വന്നിട്ടുള്ളത്. അപ്പോ ജീവൻ നഷ്ടപ്പെടുത്തി പോലും രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കുമെന്ന്, ജീവൻ നഷ്ടപ്പെടുത്തി പോലും രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും പൗരാവകാശങ്ങളും സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞയെടുത്ത ഒരു വിഭാഗം മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് മുമ്പിൽ നിങ്ങളുടെ തോക്കുകൾക്ക് പീരങ്ങൾക്ക് പരാജയപ്പെടേണ്ടി വരുന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമര പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ചേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.